ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റിയൊക്കെ ആരാ ഇഷ്ടപ്പെടാത്തത്, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ. എന്നും ഊണിന് ചോറും കറികളും ആയാലും പിള്ളേർക്ക് മടുപ്പുണ്ടാകും. അപ്പോൾ പിന്നെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന പോലെ ദേവ്സ് കുക്കിംഗ് വേൾഡ് നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറയുന്നത് ശരിക്കും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? എന്ന വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ രുചിയിൽ ശരിക്കും പുതുമയുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചതച്ച ഗരം മസാലയും 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വേണമെന്നില്ല, 1/2 ടീസ്പൂൺ മതി. ഇതിന് ഒരുപാട് ഫ്ലേവർ വേണ്ട കേട്ടോ മസാലയുടെ. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഏത് മുളക് പൊടി വേണോ എടുക്കാം, നിങ്ങൾക്ക് എരിവ് കുറഞ്ഞതോ കുറവുള്ളതോ ഒക്കെ. ഇനി നമുക്ക് പുളിക്കാത്ത തൈര് വേണം, അതൊരു 2 ടേബിൾ സ്പൂൺ വേണം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പീസ് ഒത്തിരി വലുതാകാതെ ശ്രദ്ധിക്കുക, ഇടത്തരം പീസ് മതിയാകും. അപ്പോൾ നമുക്ക് അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം ഇത്. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി മസാലയൊന്നും ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് മതി, അതിൻ്റെ ഫ്ലേവർ ഒത്തിരി വേണ്ട. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്നത് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഫ്രൈക്ക് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഡീപ്പ് ഫ്രൈയും അല്ല ഷാലോ ഫ്രൈയും അല്ല, ഒരു മീഡിയം സൈസ് അങ്ങനെയാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യേണ്ടത്. തീരെ വേകാതെയും പാടില്ല കേട്ടോ, കുറച്ചൊക്കെ വേകണം. അങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന റൈസ് കൂടെ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അത് കുറച്ച് കുതിർക്കാനായിട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 2.25 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസാണ്. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊരു 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനത് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മതിയാകും കേട്ടോ, ഒരുപാട് ഡീപ്പാകണ്ട, എന്നാലൊന്ന് വേഗം വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് റൈസ് ഉണ്ടാക്കുന്നതാണ്. അതിന് ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഓയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഓയിലാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റൊക്കെ ഇതിലുണ്ടാകും, മസാലയുടെയൊക്കെ ടേസ്റ്റ്. ഇനി ഇതിന് നമുക്ക് ഒരു പട്ടയും 3-4 ഏലക്കായും 4 ഗ്രാമ്പും അത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കൂടുതൽ വേണ്ട. ഇതിന് ഗീ വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാടെല്ലാം അങ്ങ് മൂത്ത് വരണ്ട. ഞാൻ ഓയിൽ കുറവായതുകൊണ്ട് കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാനൊരു ചെറിയ ക്യാപ്സിക്കം, 3-4 പച്ചമുളക്, 2 ഇടത്തരം സവാള, ഇത്രയും ഒരുവിധം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന പോലെയാണ്. എന്നിട്ട് ഒരു ടൊമാറ്റോയും കൂടെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി റൈസിൻ്റെ കാര്യം നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ 2.25 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തത്. അതിന് 5 കപ്പ് വെള്ളം വേണ്ടി വന്നു. ഓരോ റൈസ് ഓരോ തരത്തിലായിരിക്കും വേഗമുള്ളത്. ഇനി ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാൽ റൈസിന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒട്ടും കൊള്ളില്ല. അതുകൊണ്ട് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന റൈസ് കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിന് നമ്മൾ വേഗം നിങ്ങൾ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തിളച്ച വെള്ളം 1 കപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ചെയ്യണേ. അതിൻ്റെ മീതെ നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സൊന്നും ചെയ്യേണ്ട, അത് മീതെ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് എടുത്തു ഇത് വെന്ത് കിട്ടാനായിട്ട്, കാരണം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ വേകുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നല്ല വെന്ത് നല്ല ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തോന്ന്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി നിങ്ങൾ.
പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു 3 മുട്ട ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. മുട്ട ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് വേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. നമുക്കിനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാം. വേറെ കറികളൊന്നും വേണ്ട. ഒരു സാലഡും കൂട്ടി നമുക്കിത് നന്നായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും മടിക്കാതെ ചിക്കൻ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഡിന്നറിന് ഇത് തയ്യാറാക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് പറയാൻ മടിക്കരുത്. ഇതുപോലുള്ള ഉഷാറുള്ള വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അതെല്ലാം കാണാൻ മറക്കരുത്. കാണുക, അതുപോലെ തന്നെ കമൻസും ഇടുക. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യുമല്ലോ എല്ലാവരും അല്ലേ? ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണുന്നവരെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടിൽ ദെൻ ഗുഡ് ബൈ.